السلام عليكم ورحمة الله وبركاته. أبدأ بسم الله والرحمن وبالرحيم دائم الإحسان. الحمد لله القديم الأول الآخر الباقي بلا تهول. ثم الصلاة والسلام سرمدا على النبي خير من قد وحدا وآله وصحبه ومن تبع سبيل دين الحق غير مبتدع. وبعد فاعلم بوجوب المعرفة من واجب لله شرهنا صفا. والله موجود قديم باقي مخالف للخلق بالإطلاق. وقائم غاني وواحد وهي قادر مريد عالم بكل شيء. سميع البصير والمتكلم له صفات سبعة تنتظم. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലൂടെ ദർശനമുണ്ടായി. നബിതങ്ങൾ അരവരി പാടിക്കൊടുക്കുകയും ബാക്കി പൂർത്തീകരിക്കുകയും ചെയ്ത അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹുവിൻ്റെ കവിതയാണ് കിഫായത്തുൽ ഈമാൻ എന്ന പേരായ നമ്മൾ ആലപിച്ചിട്ടുള്ള കവിത. ലോകത്തെ ഏറ്റവും വലിയ സംഘാടകൻ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. 1,24,000 സംഘാടകരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളതാണ് 1,24,000 അമ്പിയാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംഘാടനത്തിൽ ഏറ്റവും പ്രധാനമായും മാതൃക സ്വീകരിക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പിന്നീട് മറ്റുള്ള എല്ലാ അമ്പിയാക്കളിൽ നിന്നുമാണ്. നബിതങ്ങൾക്ക് മുമ്പ് ലോകത്ത് വന്ന അമ്പിയാക്കളെ പരിശോധിച്ചാൽ ചില പ്രത്യേകമായ നാടുകളിലേക്ക് നിയോഗിതരായ ആളുകളും ചില പ്രത്യേകമായ പ്രദേശത്തേക്ക് മാത്രമുള്ള ആളുകളും ഒറ്റ ഉമ്മത്തിയും ഇല്ലാത്ത നബിമാരും എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് കാണാം. അതുകൊണ്ടാണ് പൂർവികന്മാരായ അമ്പിയാക്കളെ കൂടി നമ്മൾ ഇസ്ലാമിക ദാവാരംഗത്ത് പഠനം നടത്തേണ്ടി വന്നത്. സംഘാടകൻ എന്ന അർത്ഥത്തിൽ പരിചയപ്പെടുത്തപ്പെട്ട പ്രധാനപ്പെട്ട ആള് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റക്കൊരു പ്രസ്ഥാനമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ വാഹിദ. തീർച്ചയായും സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റക്കൊരു വലിയ സമൂഹമായിരുന്നു. ഉമ്മത്ത് സംഘം, വാഹിദ ഒറ്റയാൾ പട്ടാളം എന്നൊക്കെ പറയാവുന്ന ഒരാളാണ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇബ്രാഹിമി ടച്ച് കാണാൻ വേണ്ടി കഴിയും. ഇബാദത്തിലുണ്ട്, അല്ലാത്തതിലുണ്ട്. നമ്മുടെ ഫിത്രത്ത്, ഒരു മനുഷ്യൻ 10 പ്രധാനപ്പെട്ട മൂല്യങ്ങളെ പാലിക്കണമെന്നാണ്. നഖം മുറിക്കുക, മീശ വെട്ടുക, താടി വളർത്തുക, കക്ഷരോമവും ഗുഹ്യരോമവും വൃത്തിയാക്കുക, ഇങ്ങനെയുള്ള 10 പ്രധാനപ്പെട്ട മൂല്യങ്ങളെ പാലിക്കണം. ആ 10ഉം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ് എന്ന് കാണാം. അപ്പം നമ്മുടെ ജീവിതം, നമ്മുടെ സന്ദേശങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാറ്റിലും ഇബാദത്തുകളിലൊക്കെ കാണും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായുള്ള ബന്ധം. ഹജ്ജ് മുഴുവനായും സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും അവിടുത്തെ കുടുംബവുമാണ്. നിസ്കാരം അഫ്ദലു ഇബാദാത്തിൽ ബദനി, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ദലായത് നിസ്കാരമാണ്. അങ്ങനെയാണെങ്കിൽ അഫ്ദല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പം ശരിക്കും വേണ്ടത് നിസ്കാരം തുടങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. പക്ഷെ അല്ലാഹു അക്ബർ എന്നാണ് ഉള്ളത്. അതിൻ്റെ കാരണം അവ്വലു മൻ ഖാലഹ സയ്യിദുന ഇബ്രാഹിം, ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആകുന്നു എന്നാണ്. നമ്മളെല്ലാവരും മുസ്ലിങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളാണ്.
നമുക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് വെച്ചത് ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് മുസ്ലിങ്ങൾ. അതിനു മുമ്പ് നമ്മളെ പേര് ഹനീഫ് എന്നായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരുന്നതിൻ്റെ മുമ്പ് മുസ്ലിങ്ങളായ പ്രവാചകന്മാരിൽ വിശ്വസിച്ച, അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾ അറിയപ്പെട്ടിരുന്നത് ഹനീഫ് എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷമാണ് മുസ്ലിങ്ങൾ എന്ന പേര് നൽകപ്പെട്ടിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് ഹുവ സമ്മാക്കുൽ മുസ്ലിമീൻ, നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേര് നൽകിയിട്ടുള്ളത് സയ്യിദുന ഇബ്രാഹിമാണ് എന്ന് കാണാം. മാത്രമല്ല ഹനീഫ് എന്ന പേര് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓമനപ്പേര് കൂടിയായിരുന്നു എന്നാണ്. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അവിടെ ഹനീഫ് എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. മുസ്ലിം എന്നത് മുസ്ലിമീങ്ങളായ ആളുകളെയും സൂചിപ്പിക്കുന്നു. മുസ്ലിമിനേക്കാൾ ഹനീഫ് എന്നതിനെ മുന്തിച്ചു പറയാനുണ്ടായ കാരണം അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓമനപ്പേരാണെന്നതും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി നിസ്കാരത്തിനുള്ള ബന്ധമാണെന്നുള്ളതും അതിൻ്റെ ഒക്കെ പുറമെ മുസ്ലിമിന് തെറ്റിയാലും ഹനീഫിന് തെറ്റൂല എന്നതുമാണ് എന്നാണ്. മുസ്ലിമിന് ചിലപ്പം തെറ്റിയേക്കാം, പഠിപ്പിക്കുന്നവന് തെറ്റിയാൽ പഠിക്കുന്നവന് തെറ്റുമെന്നാണ്. 3 സന്ദർഭത്തിലാണ് ഒരു മനുഷ്യന് തെറ്റ് സംഭവിക്കുക എന്നാണ്. ഒന്ന്, പഠിക്കുന്ന വിഷയം തെറ്റിയാൽ പഠിപ്പ് തെറ്റും. രണ്ടാമത്തത്, പഠിക്കുന്ന ആൾക്ക് തെറ്റിയാലും പഠനം തെറ്റും. മൂന്നാമത്തത്, പഠിപ്പിക്കുന്നവന് തെറ്റിയാലും പഠനം തെറ്റും. അങ്ങനെയാണ്. പഠിപ്പിക്കുന്ന ആൾക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ അവനിൽ നിന്ന് പഠിച്ചാൽ എന്തായാലും തെറ്റും, ഉറപ്പാണ്. പഠിക്കുന്നവന് തെറ്റിയാലും തെറ്റും, പഠിക്കുന്ന വിഷയം തെറ്റിയാലും തെറ്റും. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പഠിപ്പിക്കുന്നവന് തെറ്റിയാൽ തെറ്റുമെന്നതാണ് 1-ാം സ്ഥാനത്തുള്ളത്. പിന്നെ 2-ാം സ്ഥാനത്ത് പഠിക്കുന്നവന് തെറ്റിയാൽ തെറ്റുമെന്നതാണ്. 3-ാം സ്ഥാനത്തേ വരുള്ളൂ പഠിക്കുന്ന വിഷയം തെറ്റിയാൽ തെറ്റുമെന്നത്. കാരണം വിഷയം തെറ്റലും തെറ്റാതിരിക്കലും ആൾക്കനുസരിച്ചാണ്. അപ്പം നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ മാരണവിദ്യ, സിഹിർ പണി എന്ന് പറയുന്നത് ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യമാണ്. സബുൽ മുബീഖാത്തിൽ പെട്ടതാണ്. ഒരു നിലക്കും ചെയ്യാൻ പാടില്ലാത്ത 7 വന്തോഷങ്ങളിൽ, കൊലപാതകം പോലെ, വ്യഭിചാരം പോലെ, പലിശയുടെ ഇടപാട് നടത്തും പോലെയുള്ള വന്തോഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിഹിർ പണി. എന്നാൽ ചരിത്രത്തിൽ സിഹിർ പണി ഏറ്റവും നന്നായി പഠിച്ച ആള് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ആണ്. തെറ്റിയില്ല. എന്തുകൊണ്ട്? പഠിച്ചത് ഗസാലി ഇമാം ആയതുകൊണ്ട് തെറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ പഠിക്കുന്ന വിഷയം തെറ്റിയാൽ തെറ്റുമെന്നത് 3-ാം സ്ഥാനത്തേ വരുള്ളൂ. പഠിക്കുന്ന ആൾ അത്രയും ഉൾക്കരുത്തുള്ളവനാണെങ്കിൽ തെറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. അതേസമയത്ത് 2-ാമത്തെ കാര്യം പഠിക്കുന്നവന് തെറ്റിയാൽ തെറ്റുമെന്നതാണ്. ഖുർആൻ 30 കാണാതെ പഠിച്ച ആളായിരുന്നു ചേകനൂർ മൗലവി. അത് ഖുർആൻ മോശമായതുകൊണ്ടല്ല, പഠിക്കുന്ന ആൾക്ക് തെറ്റിയതാണ്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പഠിപ്പിക്കുന്നവന് തെറ്റിയാൽ പഠിക്കുന്നവന് തെറ്റും എന്നത്. ഗുരുവിന് തെറ്റിയാൽ ശിഷ്യന് തെറ്റിയിരിക്കും എന്നതാണ്. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം അതാണ്. ആരിൽ നിന്ന് പഠിക്കണം എന്നത് എന്തു പഠിക്കണം എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. എന്താണ് പഠിക്കേണ്ടത് എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആരിൽ നിന്നാണ് പഠിക്കേണ്ടത് എന്ന്. ചുരുങ്ങിയത് 2 പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് സമൂഹത്തെ വഴി നടത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ സംഘാടകരായി മാറാൻ പറ്റും. 1, ഏതൊരു മനുഷ്യനും നല്ല ഒരു ഗുരുനാഥനെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ നേരാവും. 2, ഏതൊരു മനുഷ്യനും നല്ല ഒരു കൂട്ടുകാരനെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ നേരാവും. 1, നല്ല ഒരു ഗുരുനാഥനുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ നേരാവും എന്നുള്ളതാണ്. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ളൊരു വ്യത്യാസം, പഴയ തലമുറകൾക്കൊക്കെ ഇൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു എന്നുള്ളതും പുതിയ തലമുറക്ക് ഉസ്താദ്മാരൊക്കെ കുറേ ഉണ്ടെങ്കിലും ഇൻ്റെ ഉസ്താദ് ഇല്ല എന്നുള്ളതുമാണ്. ഉസ്താദ്മാർക്ക് ഓരോ പീരീഡിനും ഓരോരുത്തർ വരുന്നുണ്ട്. 7 പീരീഡ് ഉണ്ടെങ്കിൽ 7 ആൾക്കാർ വരുന്നുണ്ട്. അടുത്തെല്ലാം വേറെ 7 ആൾക്കാരുണ്ട്. അങ്ങനെ 10 കൊല്ലത്തിന് കൂട്ടിയാൽ അത്യാവശ്യം ഉസ്താദ്മാരൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ തലമ ചൊറിയും. അങ്ങനെ ഒന്നില്ലല്ലോ എന്ന് പറയും. നേരെ മറിച്ച് പഴയ ആൾക്കാരെ നോക്കിയാൽ റിയാദ് സാലിഹിനും ഫത്തുൽ മുഈനിൻ്റെ പകുതിയും അതുപോലെ അതുക്കിയെന്ന് 3 ബെയ്ത്ത് ഓതിയിട്ടുള്ളൂ വെച്ചാലും എൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ ആളുണ്ടായിരുന്നു എന്നുള്ളതാണ് പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പുതിയ തലമുറക്ക് ഒരു ഗുരുനാഥനെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ സംഘാടനം വിജയിക്കും. 2-മത്തെ ഒരു കാര്യം, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലായിരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലായിരിക്കും.
ശരിക്കും നമ്മളിങ്ങനെ പരിശോധിച്ചാൽ കള്ളുകുടിയനായതിൻ്റെ പിന്നിൽ അവൻ്റെ കൂട്ടുകെട്ടായിരിക്കും. വ്യഭിചാരിയായതിൻ്റെ പിന്നിൽ അവൻ്റെ കൂട്ടുകെട്ടായിരിക്കും. പലിശക്കാരനായതിൻ്റെ പിന്നിൽ അവൻ്റെ കൂട്ടുകാരനായിരിക്കും. യുക്തിവാദിയായതിൻ്റെ പിന്നിൽ അവൻ്റെ കൂട്ടുകെട്ടായിരിക്കും. മുബത്തതി ആയതിൻ്റെ പിന്നിൽ അവൻ്റെ കൂട്ടുകെട്ടായിരിക്കും. സംഘടനാ പ്രവർത്തനം കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം നല്ല കൂട്ടുകാർ ഉണ്ടായിത്തീരും എന്നതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കുന്ന ആളെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ. ഇന്ന സ്വലാത്ത തീർച്ചയായും നിസ്കാരം, തൻഹാ നിസ്കാരം തടയുന്നതാണ്, അനിൽ ഫഹ്ശാഇ വൽ മുങ്കരി മോശപ്പെട്ട പ്രവർത്തനത്തെ തൊട്ട്. എന്ന് പറഞ്ഞാൽ നിസ്കാരം എന്ന പ്രവർത്തനം ഒരാളിൽ ഉണ്ടായി കിട്ടിയാൽ ബാക്കി നിസ്കാരം നോക്കിക്കോളും. നിസ്കാരം ഫഹ്ശാഇ മുങ്കറിനെ തൊട്ട് തടയുമെന്നാണ്. അപ്പോൾ ഒരാൾ നിസ്കരിച്ച് കിട്ടിയാൽ ബാക്കി പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. ഇതിൻ്റെ വിശദീകരണത്തിലുണ്ട്, പള്ളിയിൽ പോകുന്നവർ മോശപ്പെട്ട ആളുകളായി മാറൂല. കാരണം പള്ളിയിൽ പോകുന്ന ആൾക്ക് പള്ളിയിൽ പോകുന്ന കൂട്ടുകാരാണ് ഉണ്ടായിരിക്കുക എന്നതാണ്. പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോണ ആൾക്കാർക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോണ കൂട്ടുകാരാണ് ഉണ്ടാകുക. അപ്പോൾ ഓനെ 2 ദിവസം അടുപ്പിച്ച് കണ്ടില്ലെങ്കിൽ ഓൻ്റെ കൂട്ടുകാരെ അന്വേഷിക്കും, എവിടെ ഇപ്പം നമ്മളെ സ്ഥിരമായി ജമാഅത്തിന് വരുന്ന ഇന്ന ആളെ കാണാനില്ലല്ലോ. സംഘടനാ പ്രവർത്തനം കൊണ്ടുള്ള ഒരു മെച്ചം അവൻ്റെ നടപ്പിരിപ്പ് രീതികളെ മോണിറ്റ് ചെയ്യാൻ ആളുണ്ടാകും എന്നതാണ്. നോക്കാൻ ആളില്ലെങ്കിൽ ആരും കേടുവരും. നോക്കാൻ മനുഷ്യല്ലെങ്കിൽ, നോക്കാൻ ഒരാളില്ലെങ്കിൽ ഏത് മനുഷ്യരും കേടുവരും. നമ്മളിങ്ങനെ ആയതിൻ്റെ പിന്നിലുള്ള രഹസ്യം നോക്കാൻ ആളുണ്ടായി എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നമ്മളെ ആപ്പയക്കാരം, അല്ലെങ്കിൽ നമ്മളെ ഉസ്താദായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കും. ഇതിലേറ്റവും 1-ാം സ്ഥാനത്ത് വരുന്നത് കൂട്ടുകെട്ടാണ്. മനുഷ്യൻ എന്താവണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ പിന്നിൽ അവൻ്റെ കൂട്ടുകെട്ടിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ്. ഒരു പകുതി തമാശയും പകുതി കാര്യം കൂടിയുള്ള ഒരു സംഭവമുണ്ട്. അതായത് ഒരു സാങ്കല്പികമായ കഥ. നമ്മളെ മോൾക്കൊരു കല്യാണ നിശ്ചയം വന്നു, ഒരു കല്യാണാലോചന വന്നു എന്ന് വിചാരിക്കുക. മോൾക്കൊരു കല്യാണാലോചന വന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു കല്യാണാലോചന വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഔദ്യോഗികമായ അന്വേഷണം നടക്കുന്നതിൻ്റെ മുന്നേ ഒരു അനൗദ്യോഗിക അന്വേഷണം നടത്തും. എന്നിട്ട് പിന്നെ ഏറെക്കുറെ പറ്റും തോന്നുമ്പോഴാണ് ഔദ്യോഗിക അന്വേഷണം ഉണ്ടാകുക. എങ്ങനെ അനൗദ്യോഗിക അന്വേഷണം? ഓലെ പേരൻ്റെ അടുത്തുള്ള നിസ്കാരപ്പള്ളിയൊക്കെ ഒരു ദിവസം അസറസ്കരിക്കാൻ വേണ്ടി പോകും. അങ്ങനെ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് അസറസ്കരിക്കാൻ വേണ്ടി പള്ളി കയറി നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങുമ്പോൾ നിസ്കാരപ്പള്ളിയുടെ നേരെ അപ്പുറത്തൊരു ചായപ്പീടിയ ഉണ്ടാവും, വെച്ചിട്ട് പീടിയ. ആ പീടിയ കയറിയിട്ട് ഒരു മധുരമില്ലാത്ത ചായയും ഒരു ലഡു കടിയും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കുടിക്കുമ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടാവും, ഇങ്ങനെ ചായ കുടിക്കാൻ വന്ന ആൾക്കാർ. അതിലൊരാളോട് ചോദിക്കും, നമ്മുടെ അബ്ദുറഹ്മാനാജിയുടെ മൂത്ത മകൻ സുലൈമാനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറയും, ചെറുക്കനും തിരക്കടില്ല, വളരെ ഉഷാറാണ്, നല്ല ജോലിയും വരുമാനങ്ങളൊക്കെ ഉണ്ട്, കുടുംബം നോക്കണ ചെറുക്കനാണ്. ഓൻ്റെ ചെങ്ങായിമാരൊക്കെ കോച്ചറായിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആള് കോച്ചറായിയാണ്. അൽമർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും എന്നാണ്. അപ്പം അങ്ങനെ നമ്മളെ പറ്റി ഒരാളോട് ചോദിക്കുമ്പോൾ SKSFനാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കുഴപ്പമില്ലല്ലോ. അതാണ് സംഗതി. ഇതാണ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറഞ്ഞത്. നല്ല കൂട്ടുകാർ, നന്മയിലേക്ക് നയിക്കുന്ന കൂട്ടുകാർ ഉണ്ടായിത്തീരുമെന്നതാണ്. അപ്പോൾ ഒരു നല്ല ഗുരുനാഥനുമായി ബന്ധപ്പെടുത്താനും ഒരു നല്ല കൂട്ടുകാരനുമായി ബന്ധപ്പെടുത്താനും നമുക്ക് സാധ്യമായാൽ സംഘടനാ പ്രവർത്തനം ഏറ്റവും നല്ല വിജയമായി തീരുമെന്നാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് സാധ്യമാണെങ്കിൽ ചില തിരിച്ചറിവുകൾ ഉണ്ടായിത്തീരണം. അതിലെ 1-ാമത്തെ തിരിച്ചറിവ്, ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റമായി കാണാൻ കഴിയുന്ന മനസ്സുണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റമായി കാണാൻ കഴിയുന്ന മനസ്സ്. അതായത് ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഏറ്റവും ആധുനികമായ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കിടയിലുള്ള തീരെ പള്ളികൾക്ക് പോകാത്ത ഒരാൾ വെള്ളിയാഴ്ച ജുമാക്ക് പോകൽ തുടങ്ങിയാൽ അൽഹംദുലില്ലാ നന്നായിട്ടോ എന്ന് പറയുന്ന കൽബുണ്ടായിരിക്കണം. എന്താ അപ്പം അതുകൊണ്ട് കാര്യം എന്ന് പറയരുത് എന്നർത്ഥം. റബീഉൽ അവ്വൽ 12-ന് മാല കെട്ടാനേ ഓനാകെ വന്നതുള്ളൂ എന്ന് വിചാരിക്കുക. എന്നാലും അൽഹംദുലില്ലാ റബീഉൽ അവ്വലിന് മാല കെട്ടാൻ വന്നല്ലോ, ബാക്കി ഉണ്ടായിക്കോളും എന്ന് പറയുന്ന കൽബിനെയാണ് ചെറിയ മാറ്റത്തെ വലിയ മാറ്റമായി കാണാൻ കഴിയുന്ന കൽബ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു തത്വം. ഈ തത്വം നമ്മൾ എപ്പോഴെല്ലാം പ്രയോഗവൽക്കരിക്കുന്നുവോ അപ്പോൾ നമുക്ക് നല്ല സംഘാടകരായി മാറാൻ കഴിയും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ശരിക്കും പ്രവർത്തനമല്ല, അതൊരു മനസ്സാണ്, ഒരു വർക്കല്ല ശരിക്കത്. സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് സംഘാടകന്റെ മനസ്സിനെയാണ് സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സംഘാടകനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ സംഘാടകനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ സംഘാടകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഘാടനത്തിൽ നമ്മൾ കാണുന്നത് വലിയൊരു അധ്വാനത്തെ എന്നതിനേക്കാൾ വലിയൊരു മനസ്സിനെയാണ്. ഇതിനെപ്പോഴും പറയാറുള്ള ഉദാഹരണം മുത്തുനബിയുടെ ത്വായിഫ് യാത്രയാണ്. ഏകദേശം 100ഓളം കിലോമീറ്ററുള്ള ത്വായിഫിലേക്ക് അങ്ങോട്ട് നടന്നിട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും പോരുന്നു. ത്വായിഫിൽ ചെന്ന് ഏകദേശം 10 ദിവസം ത്വായിഫുകാരോട് ഇസ്ലാം ദീനിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ട് അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിഞ്ഞു പോരാൻ വേണ്ടി നിൽക്കുമ്പോൾ ത്വായിഫുകാർ കൂർത്ത പാറക്കല്ലുകൾ എടുത്ത് ഞെരിയാണിക്ക് നോക്കി എറിഞ്ഞ് തമ്മാടിപ്പിള്ളേരെ ഒരുമിച്ച് കൂട്ടി കൂക്കി വിളിച്ച് അങ്ങനെ നബിതങ്ങൾ അങ്ങോട്ട് നടന്നിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് ത്വായിഫിൽ നിന്ന് ഓടിയിട്ട് വന്ന് ആദ്യമായി നിന്ന സ്ഥലത്തേക്ക് 45 കിലോമീറ്റർ ദൂരമുണ്ട്. ആദ്യം നിന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് നടന്നതാണ്, 1-2 അല്ല, 45 കിലോമീറ്റർ ഓടിയിട്ടാണ് ആദ്യമായി നബിതങ്ങൾ നിൽക്കുന്നത്. എന്നിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം ഒരിക്കൽ നബിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് അള്ളാഹു നാളെ മഹ്ശറയിൽ വെച്ച് ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി തന്നാൽ ഞാൻ ആദ്യമായി ത്വായിഫുകാർക്ക് വേണ്ടിയായിരിക്കും റെക്കമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ മനസ്സ്, ഈ മനസ്സാണ് യഥാർത്ഥത്തിൽ സംഘാടകൻ എന്ന് പറയുന്നത്. ഈ മനസ്സ് നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പറ്റണം. അതിന് നമുക്ക് റഹ്മത്തിൻ്റെ മനസ്സ് എന്ന് പറയാം. റഹ്മത്തിൻ്റെ മനുഷ്യരൂപമാണ് അഷ്റഫുൽ ഖൽഖായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റഹ്മത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സംഘടനാ പ്രവർത്തനം ഉണ്ടായിത്തീരുന്നത് എന്നർത്ഥം. വേറെയും ഉദാഹരണങ്ങൾ നമുക്ക് ധാരാളമായി പറയാൻ വേണ്ടി പറ്റും. നബി തങ്ങളെ ഏറ്റവും കൂടുതൽ ഇടങ്ങാറാക്കിയ ഒരാളായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറയുന്ന ആള്. ഔദ്യോഗിക മുനാഫിക്കീങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ മുന്നത്തെ മുനാഫിക്കീങ്ങളുടെ നേതാവാണ്. ഔദ്യോഗിക മുനാഫിക്കീങ്ങൾ മദീനത്തൊക്കെ വന്നതിൻ്റെ ശേഷമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ മുന്നത്തെ മുനാഫിക്കുകളുടെ നേതാവായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ. നബി തങ്ങളെ വളരെയധികം ഇടങ്ങാറാക്കി. പക്ഷെ ഓൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ 5 വക്തിനും പള്ളിക്ക് വരും, എല്ലാ യുദ്ധത്തിനും ഒപ്പം വരും. നമ്മളെ ഭാഷ പറഞ്ഞാൽ എല്ലാ മീറ്റിങ്ങിനും ഉണ്ടാവും, എല്ലാവരും ഒറ്റ ലീവ് ഉണ്ടാവില്ല, അങ്ങനെയാണ്. എല്ലാ മീറ്റിങ്ങിനും മുടങ്ങാതെ വരും, കാലിടന്നാലും വരും, അങ്ങനെയാണ്. അപ്പോൾ എല്ലാ 5 വക്തിനും പള്ളിക്ക് വരും, എല്ലാ യുദ്ധത്തിനും കൂടെ പോരും, എല്ലാ പരിപാടികൾക്കും ഉണ്ടാവും. ആള് മുനാഫിക്കാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വേണ്ടാത്തത് വ്യഭിചാരാരോപണം പറഞ്ഞുണ്ടാക്കി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുമ്പോൾ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. മലമൂത്ര വിസർജനത്തിനോ മറ്റോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുറത്തു പോയി മടങ്ങി വന്നപ്പോഴേക്ക് നബിയും സഹാബത്തും പോയി കഴിഞ്ഞിരുന്നു. നബിയും സഹാബത്തും പോയി എന്ന് മനസ്സിലാക്കിയ ആയിഷ ബീവി പിന്നണി വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് മണലിൽ കാത്തിരുന്നു. യുദ്ധസംഘം, യാത്രാസംഘം എന്നെല്ലാം പറയുന്നത് 3 സെക്ഷനായിരിക്കും ഉണ്ടായിരിക്കുക. 1 മുന്നണി, 2 യാത്രാസംഘം, കാഫില, 3-മത്തേത് പിന്നണി. അങ്ങനെ 3 സംഘമാണ്. ധൈര്യശാലികളായ 2-3 ആളുകൾ മുന്നിൽ പോകും. അവർക്കാണ് മുഖദ്ദിമത്തുൽ ജയ്ഷ്, മുന്നണി എന്ന് പറയുന്നത്. അവരാണ് യാത്രയുടെ റൂട്ട്, വിശ്രമിക്കേണ്ട സ്ഥലം എന്നിവയെല്ലാം തീരുമാനിക്കുന്നത് മുന്നണിയാണ്. ഒരു 2-3 ആൾക്കാരുണ്ടാവും. നമ്മളെ ഭാഷയെ പറഞ്ഞാൽ പൈലറ്റ്, ഒരു 3 ബൈക്കുള്ള ഒരു 3 ആൾക്കാർ മുന്നിൽ പോകും. നല്ല ധൈര്യശാലികളായ 3 ആൾക്കാർ. അങ്ങനെ അവർ റൂട്ടൊക്കെ തീരുമാനിക്കും. ആ റൂട്ടിലാണ് പിന്നെ ജയ്ഷ്, സംഘം പോവുക. പിന്നെ സംഘം പോയി കഴിഞ്ഞാൽ ഒരു പിന്നണി ഉണ്ടാവും. പിന്നണി എന്ന് പറഞ്ഞാൽ അതും ഇതേപോലെ നല്ല ധൈര്യമുള്ള ആൾക്കാരേക്കാരം. യാത്രാ സംഘത്തിൽ നിന്ന് ആഭരണങ്ങൾ, ആയുധങ്ങൾ, മനുഷ്യര്, ഒട്ടകങ്ങൾ, മൃഗങ്ങൾ തുടങ്ങി എന്തെങ്കിലും കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ശേഖരിക്കുന്നതിനും ബാക്കിലൂടെ ശത്രുക്കൾ വരുന്നുണ്ടോ എന്നറിയുന്നതിനുമാണ് പിന്നണിയെ വെക്കാറുള്ളത്. ഈ യാത്രയിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ സഫ്വാൻ റളിയല്ലാഹു അൻഹു ആണ് പിന്നണിയിലുള്ളത്.
സഫ്വാൻ റളിയല്ലാഹുവിനെ പിന്നണിയിലാക്കാൻ ഒരു കാരണമുണ്ട്. മൂപ്പര് കുറച്ച് സാവകാശമുള്ള ആളാണ്. ഒതുണ്ടാക്കാൻ പോയാൽ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ, മൂത്രയിക്കാൻ പോയാലും ദേശം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനത്തെ ഒരാളായിരുന്നു സഫ്വാൻ റളിയല്ലാഹു. അപ്പൊ ഏതായാലും മൂപ്പര് ബാക്കിൽ ആക്കത്തിന് അങ്ങനെ വന്നോട്ടെ എന്നുണ്ട്. നല്ല ധൈര്യശാലിയാണ്, അതുകൊണ്ട് പിന്നണി ആക്കാനും പറ്റും. രണ്ടു കാരണത്താൽ സഫ്വാൻ റളിയല്ലാഹുവിനെ പിന്നണിയാക്കി. അങ്ങനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പോയി. ആയിഷ റളിയല്ലാഹു അൻഹ മണലിൽ ഇരുന്നു, പിന്നീട് ക്ഷീണത്താൽ കിടന്നു. ആ സമയത്ത് സഫ്വാൻ റളിയല്ലാഹു അൻഹു വരുന്നുണ്ടായിരുന്നു. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെ നന്ന ചെറുപ്പത്തിൽ സഫ്വാൻ റളിയല്ലാഹു അൻഹു കണ്ടിരുന്നതിനാൽ ഇത് ആയിഷയാണെന്ന് മനസ്സിലായി. ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. ഒട്ടകക്കട്ടിലിൽ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെ കയറ്റി. ഒട്ടകക്കട്ടിൽ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്ക് കയറാൻ പറ്റും. ഒട്ടകത്തിന്റെ മുതുകിലൂടെ രണ്ട് ഭാഗത്തേക്കും തൂക്കിയിടുന്ന ഒരു സാധനമാണ് ഒട്ടകക്കട്ടില്. ഈ ഭാഗത്ത് ഒരാൾ കയറിയാൽ ഈ ഭാഗത്ത് വേറൊരാൾക്കും കയറാം, പരസ്പരം കാണുന്നില്ല. എന്നാൽ പോലും അദബ് പരിഗണിച്ചുകൊണ്ട് സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടകക്കട്ടിലിന്റെ മറ്റേ ഭാഗത്ത് കയറാതെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് നടന്നതിനെ കുറിച്ച് മുനാഫിക്കീങ്ങൾ വ്യഭിചാരാരോപണം നടത്തി. ആയിഷാക്കിപ്പം മുഹമ്മദിനൊന്നും പോരാറ്റ് സഫ്വാന്റെ ഒപ്പം നടക്കലാണ് പണിയെന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുണ്ടാക്കി. സഹാബത്ത് വിഷമിച്ചു, നബിതങ്ങൾ വിഷമിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം വിവരവുമായി വരുന്നത് പ്രതീക്ഷിച്ചു നിന്നു. പക്ഷേ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഏതാനും ദിവസങ്ങൾ വിവരവുമായി ഹജറായില്ല. അതുകൊണ്ട് വിവരം ലഭിച്ചതിന് ശേഷം മാത്രമേ വീട്ടിൽ പോവുകയുള്ളൂ എന്ന് തീരുമാനിച്ച മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ തന്നെ താമസിച്ചു. അസർ നിസ്കാരം കഴിഞ്ഞ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീടിന്റെ അടുക്കൽ ഒന്നിങ്ങനെ പോയി വിവരങ്ങൾ അറിഞ്ഞു മടങ്ങി വരും. വേലക്കാരി ഉണ്ടാവും അവിടെ. വേലക്കാരിയോട് ചോദിക്കും, എന്താ വീട്ടുകാരിയുടെ വിശേഷം? അപ്പോൾ വേലക്കാരി പറയും സുഖം തന്നെയാണ് എന്ന് പറയും. അങ്ങനെ മടങ്ങിപ്പോരുകയും ചെയ്യും. അങ്ങനെ ഏകദേശം 10-14 ദിവസങ്ങൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പോയില്ല. അത്രയും ദിവസങ്ങൾ സ്വഹാബത്ത് വളരെയധികം വിഷമിച്ചു. അങ്ങാടിയിൽ ലോക്ക്ഡൗൺ ആയി, കച്ചവടമില്ല. അങ്ങാടിയിൽ ചന്തയിൽ ആൾക്കാർ വന്നാല്, മുഅ്മിനീങ്ങൾ വന്നാല് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞതിന് ശേഷം കൂട്ടിപ്പിടിച്ച് കരയിലായിരുന്നു പതിവ്. കച്ചവടമില്ലാതെയായി, വരുമാനങ്ങൾ നിലച്ചു. എല്ലാ നിലയിലും വിഷമിച്ച 10-14 ദിവസങ്ങൾക്ക് പരിസമാപ്തിയായി. മുസ്തഫ നബി തങ്ങളുടെ ഹദറത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ വിഷയത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന വിവരം അറിയിച്ചു. അങ്ങനെ നബി തങ്ങൾ വീട്ടിൽ പോയി. ഈ വിഷയം മുഴുവനും പറഞ്ഞുണ്ടാക്കിയത് ഒരാളാണെന്ന് എല്ലാവർക്കും അറിയും, അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സുലൂൽ എന്ന് പറയുന്ന ആള്. അദ്ദേഹം മുനാഫിഖാണ് എന്നും എല്ലാവർക്കും അറിയാം. മുനാഫിഖാണ് എന്നും എല്ലാവർക്കും അറിയും, എല്ലാ മനുഷ്യന്മാർക്കും അറിയും. പക്ഷെ ആരും അത് തുറന്നു പറയൂല. നബിതങ്ങളും പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വക്തിനും പള്ളിക്കുണ്ടാവും, എല്ലാ യുദ്ധങ്ങൾക്കും ഒപ്പം പോരും, എല്ലാ വിഷയത്തിലും ഒപ്പമുണ്ട്. ആള് മുനാഫിഖാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം അയാൾ മരണപ്പെട്ടു. നബിതങ്ങൾ എന്തായാലും വരൂലെന്ന് സ്വഹാബത്തിന് ഉറപ്പായിരുന്നു. കാരണം നബിതങ്ങൾ അത്തിരി ഇടങ്ങാറാക്കിയിട്ടുണ്ട് ചങ്ങായി. അതുകൊണ്ട് നബി ഏതായാലും വരൂല. പിന്നെ പള്ളിക്ക നിസ്കരിക്കാനൊക്കെ വരുന്ന ആള് എന്നുള്ള നിലയിൽ അവർ കുളിപ്പിച്ചു, മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, ഫറള് വീടാൻ വേണ്ടി നിസ്കരിച്ചു, മറവ് ചെയ്യാൻ വേണ്ടി ഖബറിലേക്ക് ഇറക്കി വെക്കാൻ ഒരുങ്ങുമ്പോ അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നു. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, ഖബർക്ക് ഇറക്കാന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. വേഗം ആ ഖബർക്കണ്ട് ഇറങ്ങിയിട്ട് കാലിന്റെ തൊടമ്മക്ക് മയ്യത്ത് വാങ്ങി വെച്ചിട്ട് തോളിലുണ്ടായിരുന്ന പുതപ്പെടുത്തിട്ട് മയ്യത്തിനൊന്ന് പുതച്ചു കൊടുത്ത് ഖബറിൽ വെച്ച് മറവ് ചെയ്ത് ദുആ ചെയ്ത് നബി തങ്ങൾ മടങ്ങുമ്പോൾ മുഖറബുൽ അംലാക്ക് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഒരായത്ത് ഓതി കൊടുത്തു. എന്താ ആയത്ത്? ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബിയെ, അയാൾക്ക് പൊറുക്കണം നിങ്ങൾ 70 വട്ടം പറഞ്ഞാലും ഞാൻ അയാൾക്ക് പൊറുക്കൂല നബിയേ എന്ന ആയത്തിറങ്ങി. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ റബ്ബ് എന്നോട്
70 പ്രാവശ്യം പറഞ്ഞാൽ പൊറുക്കൂലാന്നേ പറഞ്ഞിട്ടുള്ളൂ. 71 പ്രാവശ്യം തോർന്നിട്ട് ഞാൻ അയാളെ തിരിച്ചു കിട്ടുമോ നോക്കും എന്ന് പറഞ്ഞതാണ് സംഘാടകന്റെ മനസ്സ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഈ സംഘാടനം എന്നൊക്കെ പറയണതേ ഒരു പകരം വീട്ടൽ പരിപാടിയായി മാറിയിട്ടുണ്ട്. സാധാരണ അടുത്ത ജനറൽ ബോഡി വരട്ടെ ഓന് ഞാൻ കാണിച്ചു കൊടുക്കാന്നാണ് നമ്മളെ സംഘടനാ പ്രവർത്തനം. 5 കൊല്ലം കഴിയട്ടെ എന്നിട്ട് വേണം പകരം വീട്ടാൻ എന്നതാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിൽ നിന്ന് മാറണം. അതൊരിക്കലും ഒരു സംഘാടകന് ഉണ്ടാവാൻ പറ്റുന്ന മനസ്സല്ല എന്നതാണ്. അപ്പോൾ റഹ്മത്തിൻ്റെ കൽബാണ് യഥാർത്ഥത്തിൽ സംഘാടകന്റെ കൽബ് എന്ന് പറഞ്ഞത്. സംഘാടകനെ 3 തരം തിരിക്കാം. ഒന്ന്, സംഘാടകന്റെ മനസ്സെങ്ങനെയായിരിക്കണം എന്നതാണ്. രണ്ടാമത്തേത്, സംഘാടകന്റെ വേഷവിധാനങ്ങളും രൂപഭാവങ്ങളും എങ്ങനെയായിരിക്കണം എന്നതാണ്. മൂന്നാമത്തേത്, സംഘാടകന്റെ ആക്ടിവിറ്റി, അതായത് പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നതാണ്. അങ്ങനെ 3 തലങ്ങളാണ്. അതിലൊന്നാമത്തേതാണ് സംഘാടകന്റെ മനസ്സ്. മനസ്സുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും. മുത്തുനബിയുടെ മനസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഉണ്ടായിരിക്കേണ്ടത്. അവിടെയാണ് സംഘാടകന്റെ ജനനം നടക്കുന്നത് എന്നത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, സംഘാടകന്റെ വേഷവിധാനങ്ങൾ, അവന്റെ നടപ്പിരിപ്പ് രീതികൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا حول ولا قوة. الله أكبر، الله أكبر. لا إله إلا الله. اللهم صل على محمد. اللهم رب هذه الدعوة التامة والصلاة القائمة محمدا الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. മുഅ്മിനീങ്ങളെ, അപ്പോൾ രണ്ടാമത്തത് സംഘാടകന്റെ നടത്തം, ഇരുത്തം, വേഷം തുടങ്ങിയ കാര്യങ്ങളാണ്. അതിന് സിയ്യ് എന്ന അറബിയിൽ പറയും. ഓരോരുത്തരും അവരവരോട് യോജിക്കുന്ന വേഷങ്ങളും സംവിധാനങ്ങളും സ്വീകരിക്കുക എന്നതാണ് സിയ്യ്. ആലിമിൻ്റെ വേഷം സ്വീകരിക്കണം, ആലിമല്ലാത്തവൻ്റെ വേഷം സ്വീകരിക്കണം. ഒരാളുടെ വേഷം കണ്ടാൽ അവൻ ആരാണെന്ന് മനസ്സിലാവണം. ആ തരത്തിലുള്ള കാര്യങ്ങളെയാണ് സിയ്യ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് സംഘാടകന്റെ സമീപന രീതികൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഓരോ ആളുകളോടും പെരുമാറുന്നത് എന്നതാണ്.
ഈ സ്വഭാവം എന്ന് പറയുന്ന സംഗതി പരീക്ഷയ്ക്ക് എഴുതിയാൽ കിട്ടുന്നതോ അല്ലെങ്കിൽ തിയറി പഠിച്ചെങ്ങാണ്ട് പാസ്സായാൽ മാറുന്നതോ അല്ല. സ്വഭാവം എന്ന് പറയുന്നത് കണ്ടുപഠിക്കേണ്ടതാണ്. മുൻഗാമികളിൽ നിന്ന് പിൻഗാമികൾ, മാതാപിതാക്കളിൽ നിന്ന് മക്കൾ, ഗുരുനാഥന്മാരിൽ നിന്ന് ശിഷ്യന്മാർ എല്ലാം കണ്ടുപഠിക്കേണ്ടതാണ് സ്വഭാവം എന്ന് പറയുന്നത്. അതുതന്നെയാണ് പെരുമാറ്റത്തിൽ പ്രതിഫലിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് സംഘാടകൻ എപ്പോഴും നല്ല പെരുമാറ്റ രീതി സ്വീകരിക്കുകയും അത് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ പൂർവികന്മാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കഴിഞ്ഞുപോയ നേതാക്കളുടെ നടത്തത്തെയും ഇരുത്തത്തെയും അവരുടെ സമീപനങ്ങളെയൊക്കെ പഠനം നടത്തേണ്ടത്. നമ്മൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കുറിച്ച് പറയലുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹുവിന് 7-ാം വയസ്സിൽ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളാണ്. ചരിത്രത്തിൽ ഒരുപാട് തുല്യതകളും സാമ്യതകളും കാണും. 7-ാം വയസ്സിൽ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളാണ് ഇമാം ഷാഫി റളിയല്ലാഹുവിനു. 7-ാം വയസ്സിൽ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ചരിത്രത്തിലെ സാമ്യതകളെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടെ തിരിച്ചറിയേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞ ആൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് തുടക്കം കുറിച്ച ആള്. മലയാളം, അറബി, ഫാരിസി, ഇംഗ്ലീഷ്, തമിഴ്, ഉറുദു 6 ഭാഷകൾ എഴുതാനും സംസാരിക്കാനും കഴിഞ്ഞിരുന്ന ആളാണ് പാങ്ങിൽ. നമുക്ക് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുമ്പോൾ ഒരു കലത്തിനെടുത്തുങ്ങാണ്ട് ഒരു കുപ്പായക്കെട്ടുങ്ങാണ്ടുള്ള ഒരാൾ എന്നാണ് പെട്ടെന്ന് തോന്നുക. 6 ഭാഷകൾ സംസാരിക്കാനും എഴുതാനും കഴിയുന്ന ഏത് ഖുറൈശിയ ഇക്കാലത്തുള്ളത്? സമന്വയ വിദ്യാഭ്യാസം കേളികേട്ട ഈ കാലത്ത് പോലും 6 ഭാഷകൾ നിഷ്പ്രയാസം എഴുതാനും സംസാരിക്കാനും കഴിയുന്ന ആളുകൾ വളരെ അപൂർവമായിരിക്കും. എന്നാൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ അങ്ങനത്തെ ഒരാളായിരുന്നു. ഇതാണ് നമ്മളെ മുൻഗാമികളുടെ താരീഖ് പഠിക്കുക എന്ന് പറഞ്ഞത്. മുൻഗാമികളായ ആളുകളുടെ താരീഖുകൾ പഠിക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് സമസ്തക്കാരായത് എന്നതിൻ്റെ ഉത്തരം മുൻഗാമികളായ കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ താരീഖുകൾ പഠിച്ചതിനാൽ നമ്മൾ ഇന്ന് സമസ്തക്കാരാണ് എന്നുള്ളത്. ഞാൻ ഇപ്പം അടുത്ത് വായിച്ചൊരു സംഭവം, ബഹുമാനപ്പെട്ട പിന്നെ വണ്ടൂര് സദഖത്തുൽ ഉസ്താദ്, അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഇന്നലെ മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ അവസരം ഉണ്ടായി. വണ്ടൂര് സദഖത്തുൽ ഉസ്താദ് ഒരിക്കലൊരു പുസ്തകം എഴുതി. 1000 ചോദ്യങ്ങളും അവയുടെ 1000 ഉത്തരങ്ങളുള്ള വലിയൊരു പുസ്തകം. അങ്ങനെ ആ പുസ്തകം, ഒരു കിതാബ്, ആ കിതാബ് എഴുതിയതിനു ശേഷം മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലക്ക് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഒന്ന് നോക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്തു ഉത്തരം. അപ്പോൾ ശംസുൽ ഉലമാ റഹിമഹുല്ല അത് മുഴുവൻ ഇങ്ങനെ നോക്കിയതിന് ശേഷം പറഞ്ഞു എന്നാണ്, ഇതിത്തെ ചോദ്യം ഒഴിവാക്കിയിട്ട് ഉത്തരം മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം മഹാനവറുകൾ ചോദിച്ചു, എന്തേ ചോദ്യം പ്രസിദ്ധീകരിച്ചാലുള്ള കുഴപ്പം? അതിൽ പറഞ്ഞത്, വായിക്കണ ഒരാൾക്ക് ചോദ്യം മനസ്സിലാവുകയും ഉത്തരം മനസ്സിലാകാതിരിക്കുകയും ചെയ്താൽ അയാൾ മുബ്തദിയാവും. അതുകൊണ്ട് ഈ ചോദ്യം മനസ്സിലാകുന്ന ഒരു സാഹചര്യം വേണ്ട, ഉത്തരം മാത്രം മനസ്സിലായാൽ മതിയല്ലോ. നബിനെ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ട് ഉത്തരം മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നാണ്. മുൻഗാമികളുടെ താരീഖ് പഠിക്കുമ്പോൾ നമുക്കൊരു ഉൾക്കാഴ്ച കിട്ടും. ജീവിച്ചിരിക്കുന്നവരെ മദ്ഹ് ചെയ്യുന്നത് അത്ര ഗുണകരമായ കാര്യമല്ല. എന്നാലോ ചിലപ്പൊക്കെ മനസ്സിലാകാൻ വേണ്ടി ചിലതൊക്കെ പറയും വേണ്ടി വരുന്നു മാത്രം. എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും അതേ സമയത്ത് മരണപ്പെട്ടവരെ മദ്ഹ് ചെയ്യുന്നതിന് ഒരു പരിധിയില്ല. ഉദ്കുറു മഹാസിന മൗത്താക്കും, നിങ്ങൾ ഇന്ന് മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങൾ നിങ്ങൾ പറയുക എന്നുള്ളതിൽ 2 അർത്ഥമുണ്ട്. ഒന്ന് മരിച്ചവരതാണ് പറയേണ്ടത് എന്നുള്ളതും, 2 ഗുണാണ് പറയേണ്ടത് എന്നുള്ളതും. അങ്ങനെ 2 എണ്ണം കിട്ടും. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഖിദ്മത്തെടുത്ത് മൺമറഞ്ഞു പോയ മുൻഗാമികളായ മഹത്തുക്കളുടെ താരീഖിനെ പഠിക്കണം, പറയണം. അത് ആളുകൾക്കിടയിൽ നമ്മൾ പ്രബോധനം ചെയ്യണം. അപ്പോഴൊക്കെയാണ് നമ്മൾ നല്ലൊരു സംഘാടകരും സമസ്തയുടെ പ്രവർത്തകരുമായി മാറുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും പരിപാടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സജീവമായിട്ട് പങ്കാളികളാവണം. ബഹുമാനപ്പെട്ട MD ഉസ്താദ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.